നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആൻഡ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ S4 ഫിസിക്സിന്റെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നും ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ യൂസസ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പിലുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ദെൻ നമുക്ക് പറഞ്ഞ രണ്ട് കൺസെപ്റ്റ് ആയിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഇനർഷ്യൽ ഫ്രെയിം, ഇനർഷ്യൽ ഫ്രെയിംസും, ആൻഡ് സെക്കൻഡ് കാറ്റഗറി ആയിരുന്നു നോൺ ഇനർഷ്യൽ ഫ്രെയിംസ്. ഓക്കെ, രണ്ട് ടൈപ്പിലുള്ള ഫ്രെയിംസ് ആണ് നമുക്ക് വന്നത്, ഇനർഷ്യൽ ഫ്രെയിംസ് ആൻഡ് നോൺ ഇനർഷ്യൽ ഫ്രെയിംസ്. അതിൽ ന്യൂട്ടന്റെ ലോസ് എല്ലാം കറക്റ്റായിട്ട് ഒബേ ചെയ്യുന്ന ഫ്രെയിംസ് നമ്മൾ എന്ത് പറയും, ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയും. ഓക്കെ, ഇനർഷ്യ എന്ന പ്രോപ്പർട്ടി ന്യൂട്ടനെ ബന്ധപ്പെട്ടല്ലേ, ഫസ്റ്റ് ലോ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇനർഷ്യയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് വെച്ച് എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. ഇനർഷ്യൽ ഫ്രെയിംസ് ആണ് എന്ത് ചെയ്യും, ന്യൂട്ടന്റെ കൺസെപ്റ്റുകൾ ഒബേ ചെയ്യുന്ന ഫ്രെയിംസ് എന്ന് ഓർത്തിരിക്കാം. നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് പറയുമ്പോൾ നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ആണ്. ഓക്കെ, ആക്സിലറേഷൻ ഉള്ള ഫ്രെയിമുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഇനർഷ്യൽ ഫ്രെയിംസുകൾ എന്ത് ചെയ്യുന്നില്ല, ന്യൂട്ടന്റെ ലോസ് ഒന്നും ഒബേ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇനർഷ്യൽ ഫ്രെയിംസിൽ ട്രാൻസ്ഫോർമേഷൻ വർക്ക് ചെയ്യുന്ന ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യും, ഇനർഷ്യൽ ഫ്രെയിംസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ് ഇനർഷ്യൽ ഫ്രെയിംസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്ടൺ മെക്കാനിക്സും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന S=UT + ½ AT², ഇതുപോലത്തെ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഇനർഷ്യൽ ഫ്രെയിമുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതേ സമയം നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് നോക്കുമ്പോൾ അവിടെ വന്നിട്ട് എങ്ങനെയാണ് വരുന്നത്, അതെല്ലാം നമുക്ക് ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ആണ്. അപ്പോൾ ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ആവണമെങ്കിൽ അതെല്ലാം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ബേസ് ചെയ്തിരുന്ന ഫ്രെയിംസ് ആണ് നോൺ ഇനർഷ്യൽ ഫ്രെയിംസ്. അപ്പോൾ അത് വെച്ചത് മാത്രമല്ല, ഒരുപാട് അല്ലാത്ത എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്നും കൊറലോയിഡ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിക്റ്റീഷ്യസ് ഫോഴ്സും കൊറലോയിഡ് ഫോഴ്സും സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, ടെക്സ്റ്റുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാൻ ടോപ്പിക്സ് അങ്ങനെ എടുത്തു തരാം. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക, ആ ടോപ്പിക്സ് എടുക്കുന്നുണ്ടോ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, അല്ലാതെ സിലബസിലൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ടെക്സ്റ്റിൽ പോലും നോട്ട് ഇൻക്ലൂഡഡ് സിലബസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഈ ടോപ്പിക്സിൽ വരുന്നതാണ്. നോൺ ഇനർഷ്യൽ ഫ്രെയിംസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ കുറിച്ചും കൊറലോയിഡ് ഫോഴ്സിനെ കുറിച്ചും അവിടെ അറിഞ്ഞിരിക്കണം. എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ഒന്നും വളരെ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഒബേ ചെയ്യുന്ന, അല്ലെങ്കിൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഫ്രെയിംസുകൾ എന്താണ്, നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയും. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നമുക്ക് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഗെലിലിയൻ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു. ഞാൻ ഗെലിലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഒന്നുകൂടി എഴുതുന്നുണ്ട്. കാരണം നമുക്ക് ആ ഗെലിലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇനി അതിന്റെ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷനും അതുപോലെ തന്നെ ആക്സിലറേഷൻ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഇവിടെ പഠിക്കണം. ഓക്കെ, അത് ചില സമയത്ത് പ്രൂവ് ദാറ്റ് ദ ആക്സിലറേഷൻ ഈസ് ഇൻവേരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, രണ്ട് ഫ്രെയിംസ് തന്നിട്ടുണ്ട്. അവിടുത്തെ രണ്ട് ഫ്രെയിംസിലെയും ആക്സിലറേഷൻ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ ഇൻവേരിയന്റ് ആണ് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് കൂടി കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ട് നമുക്ക് ഇതിന് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലോട്ട് മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എഴുതുവാണ്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നോർമൽ ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ രണ്ട് ഫ്രെയിംസ് ഉണ്ട്, എപ്പോഴും അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യണം, അല്ലാതെ വെറുതെ എക്സ് ഡാഷ് എന്ന് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കല്ലേ. ഓക്കെ, മാറിപ്പോവും. അപ്പോൾ നമുക്ക് രണ്ട് ഫ്രെയിംസ് ഉണ്ട്, ഒന്ന് പറഞ്ഞാൽ എസ് ഫ്രെയിമും മറ്റൊന്ന് എന്താണ്, ആ എസ് ഡാഷ് ഫ്രെയിമും. ഓക്കെ, എസ് ഫ്രെയിമും എസ് ഡാഷ് ഫ്രെയിമും. അപ്പോൾ ഇതെന്താണ്, ഈ ഒരു ഫ്രെയിം വിത്ത് റെസ്പെക്ട് ചെയ്ത് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. വി വെലോസിറ്റിയിലാണ്, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ഇല്ലെങ്കിൽ ആ ഒരു ബോഡി നമുക്ക് ഇനർഷ്യൽ ബോഡി എന്ന് പറയാൻ പറ്റും. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നതല്ലേ, എ ബോഡി കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് യൂണിഫോം മോഷൻ. ഓക്കെ, യൂണിഫോം മോഷൻ മീൻസ് യൂണിഫോം വെലോസിറ്റി. ഇപ്പോൾ 20 മീറ്റർ/സെക്കൻഡിലാണ് പോകുന്നതെങ്കിൽ, 20 കിലോമീറ്റർ/സെക്കൻഡിൽ പോകുന്നെങ്കിൽ സ്റ്റാർട്ടിംഗ് ടു ഫൈനൽ വരെ എന്ത് ചെയ്യണം, 20 കിലോമീറ്റർ/സെക്കൻഡിൽ തന്നെ പോകണം. ഓക്കെ, അതിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി വരുന്നത്. വെലോസിറ്റി ടൈമിനനുസരിച്ച് മാറുന്നുണ്ട്. 20 എന്നുള്ളത് 40 ആവും, 40 60 ആവും, 60 80 ആവും, 100 ആവും, അങ്ങനെ മാറി മാറി പോകുന്നത്. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നില്ല, ഇതെന്താണ്, യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമേ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ വർക്കും ചെയ്യത്തുള്ളൂ. അപ്പോൾ രണ്ട് ഫ്രെയിംസ് ഉണ്ട്, എസും എസ് ഡാഷും. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റുകളാണ് എക്സ്, ഇത് എക്സ് ഡാഷ്, ഇത് വൈ, ഇത് വൈ ഡാഷ്, ആൻഡ് ദിസ് വിൽ ബി ഇസഡ് ആൻഡ് ദിസ് വിൽ ബി ഇസഡ് ഡാഷ്. അപ്പോൾ ഈ രണ്ട് കോർഡിനേറ്റുകളെയും ഈ രണ്ട് ഫ്രെയിംസിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻസിനെ നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. അത് നമ്മൾ ഇനർഷ്യൽ ഫ്രെയിംസിലാണെങ്കിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. ഓക്കെ, വി എന്ന് പറയുന്ന ഈ രണ്ട് ഫ്രെയിമുകൾ തമ്മിലുള്ള ഈ ഒരു വെലോസിറ്റി ഡിഫറൻസ് ആണ്, വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്
ദിസ് ദ ഫ്രെയിം ഈസ് മൂവിങ് അലോങ് വിത്ത് ദ എക്സ് ഡയറക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ എക്സ് ആക്സിന് അലോങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫ്രെയിംസ് ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് എക്സ് ഡയറക്ഷനിലാണ് ഫ്രെയിം മൂവ് ചെയ്യുന്നതുകൊണ്ട് എക്സ് ഡയറക്ഷനിൽ മാത്രമേ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ എങ്ങനെ വരും, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ എന്ന് തന്നെ വരും. ആൻഡ് ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് വരും. ആൻഡ് നമ്മൾ ഇതിലൊക്കെ നമ്മൾ ടൈമിന് എന്ത് ചെയ്യും, സ്പേസ് ടൈം എന്ന കൺസെപ്റ്റാണ് എടുക്കുന്നത്. സ്പേസ് ടൈം എന്ന് പറയുമ്പോൾ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഫോർത്ത് ഡയമെൻഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ടി ഡാഷ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ടി ഡാഷ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ടി തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷനായി കൺസിഡർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അറിയാം. ഓക്കെ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെല്ലാം ഡിസ്പ്ലേസ്മെന്റ് മാത്രമാണ്. ഇനി ഇതിനെ വെലോസിറ്റിയിൽ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷന്, ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കണം കേട്ടോ, ഇക്വേഷൻ നമ്പർ എ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇക്വേഷൻ ഞാൻ ഒന്ന് ഡിഫറൻഷിയേഷൻ ചെയ്യുവാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. അതായത് ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്കവിടെ വെലോസിറ്റി കിട്ടും. ഓക്കെ, വെലോസിറ്റി. അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കിട്ടാം, ദസ് ദ ഡിഫറൻസിയേഷൻ വി ആർ അപ്ലൈയിങ്, we are getting x dx dash by dt, dx dash by dt, which will be equal to dx by dt, dx by dt minus v into dt by dt. ഇത് എന്തുകൊണ്ട് ഞാൻ ഡി ടി ബൈ ഡി ടി എന്ന് കൊടുക്കുന്നത് മനസ്സിലായോ, കാരണം സാധാരണ നമ്മളിവിടെ വെലോസിറ്റി എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഈ വിയുടെ കൂടെ വിയുടെ നമ്മൾ വെലോസിറ്റി ഡെറിവേറ്റീവ് എടുക്കാറുണ്ട്, ഡി വി ബൈ ഡി ടി എന്ന് എടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ഡി വി ബൈ ഡി ടി എടുക്കാത്തതിന് റീസൺ ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതൊരു ഇനർഷ്യൽ ഫ്രെയിം ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പറയുന്ന കൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാക്കുക. ഇതൊരു ഇനർഷ്യൽ ഫ്രെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനർഷ്യൽ ഫ്രെയിം ആണെങ്കിൽ, ഇൻ കേസ് ഒരു ഇനർഷ്യൽ ഫ്രെയിം ആണെങ്കിൽ, ഇനർഷ്യൽ ഫ്രെയിം ആവുന്ന കണ്ടീഷൻ എന്താണ്, യൂണിഫോം വെലോസിറ്റി ആയിരിക്കണം. യൂണിഫോം വെലോസിറ്റി മീൻസ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുറത്തിടും. ഓക്കെ, ഡെറിവേറ്റീവിന്റെ പുറത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ നമുക്ക് എന്താണോ ചേഞ്ച് വരുന്നത് അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഡിഫറൻസിയേഷൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്ത് ഇത് എന്താക്കി മാറ്റി, വി ഞാൻ പുറത്തിട്ടു, അതിന് ബാക്കി ഞാൻ ടി ടി ബൈ ഡി ടി. അപ്പോൾ ഡി ടി ക്യാൻസൽ ആവും. ബാക്കി എന്താ കിട്ടുന്നത്, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഡി എക്സ് ഡാഷ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി വിച്ച് വിൽ ബി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി മൈനസ് വി, ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും ഒരു വെലോസിറ്റി ടേം കിടപ്പുണ്ട്. വെലോസിറ്റി ടേം ഇവിടെ മാറുന്നില്ല. ബാക്കി ടേംസ് എല്ലാം അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് dy dash by dt, dy dash by dt, which will be equal to dy by dt, dy by dt. Corresponding ആയിട്ട് എന്ത് കിട്ടും, that is we are getting d z dash by dt, which will be equal to d z by dt. Okay, dz by dt എന്ന് കിട്ടി. അപ്പോൾ ഇതൊക്കെ തീരെയും ചെറിയ സ്റ്റെപ്സ് എന്ന് വെച്ചിട്ട് എഴുതാനൊന്നും ഇരിക്കല്ലേ. ഓക്കെ, ഇപ്പോൾ 2 മാർക്കിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എക്സ്പാൻഡ് ഇതുപോലെ ഒന്ന് വായി വെച്ചൊന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ എത്രത്തോളം കുറച്ച് എഴുതി കഴിയുമോ അതാണ് തീരെയും പ്രശ്നം. കാരണം ഇതിപ്പോൾ നമുക്ക് ഒറ്റ ടേമിൽ മാറ്റാൻ പറ്റും, വേറൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ മാറ്റാൻ പറഞ്ഞുതരാം. ഒറ്റ സ്റ്റെപ്പിൽ എഴുതണമെങ്കിൽ നമുക്ക് ഈ എക്സ് ഡാഷ് എന്ന് കിടക്കുന്നത് ഇതിപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഇതിൽ നമുക്ക് ഈ ഡി എക്സ് ഡാഷ് ബൈ ഡി ടി എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇതിന് നമുക്ക് അവിടെ യു ഡാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, യു ഡാഷ് എന്ന് കൊടുക്കാം, വിച്ച് വിൽ യു എക്സ് ഡാഷ് എന്ന് കൊടുക്കാം, വിച്ച് വിൽ ബി ഈക്വൽ ടു യു എക്സ് മൈനസ് വി. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പ്രകാരമുള്ള വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആവും. ഓക്കെ, പക്ഷേ നിങ്ങൾ 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കുമ്പോൾ ഇത് മാത്രം എഴുതി അവർ മാക്സിമം പോയ ഒരു അര മാർക്ക് എന്തെങ്കിലും തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇതൊക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഇതുപോലൊന്ന് എക്സ്പാൻഡ് ചെയ്ത് 1-2 സ്റ്റെപ്പ് കഴിയുന്ന ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുക. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ചോദിക്കുമ്പോൾ ചൂസ് ദ കറക്റ്റ് ആൻസർ ചോദിക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, 1-2 ഓപ്ഷൻ കാണും. അതിനകത്ത് ഈ ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ഇട്ടിട്ട് പോകും. അത് കോമ്പറ്റേറ്റീവ് എക്സാം. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിനായിട്ട് നമുക്ക് കുറച്ചുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, എക്സ്പ്ലനേഷൻ അവിടെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഡെറിവേഷൻ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷും മലയാളമൊക്കെ പേപ്പേഴ്സ് എഴുതിയിട്ടുള്ളവർക്ക് അറിയാമല്ലോ, ഇംഗ്ലീഷും മലയാളം നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് നമ്മൾ എഴുതും. പക്ഷേ നമുക്ക് ഇതിനകത്ത് അത്രയും എഴുതാൻ പറ്റില്ല. പക്ഷേ എന്ന് പറയുന്നത് ഒറ്റ സെൻറ്റൻസിലൊന്നും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആൻസർ എഴുതി നിർത്തല്ല. ഇതുപോലെ ഡെറിവേഷൻ ഉള്ളതിന് എന്ത് ചെയ്യണം, സിമ്പിൾ ഡെറിവേഷൻ ആണെങ്കിലും ഡെറിവേഷൻ കൊടുത്ത് തന്നെ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് എഴുതി തന്നെ വരണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ യു ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു യു എക്സ് മൈനസ് വി എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കിട്ടുന്നത്. ബാക്കി എല്ലാ റിലേഷൻ എന്തായിരിക്കും, അതുപോലെ തന്നെ നിലനിൽക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതുപോലെ യുവിൻ്റെ ടേംസോട്ട് മാറ്റാം. ഓക്കെ, എല്ലാം നമുക്ക് ഡി എക്സ് ബൈ ഡി ടി മാറ്റിയിട്ട് ഇതിപ്പോൾ യു എക്സ് ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു യു എക്സ് മൈനസ് വി. അതുപോലെ തന്നെ ഇവിടെ എന്ത് വരും, യു വൈ ഡാഷ് ഈസ് ഈക്വൽ ടു യു വൈ മൈനസ് വി
ആൻഡ് യു ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു യു ഇസഡ് എന്ന് കേട്ടോ. ഓക്കെ, സോറി, മൈനസ് ബി ഇല്ല കേട്ടോ. മൈനസ് ബി ഒന്നിൽ മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഒന്നിലല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫോർ ദ വെലോസിറ്റി, ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഫോർ ദ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആവുമ്പോഴും നമുക്ക് എക്സിൻ്റെ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, ഇതാണ് എക്സിൻ്റെ ഫംഗ്ഷൻ. എക്സിൻ്റെ നോക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു വി ടേം ഉണ്ട്. അതായത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഫ്രെയിമിൽ ഒന്നാമത്തെ എസ് ഫ്രെയിമിലെയും അല്ലെങ്കിൽ എസ് ഡാഷ് ഫ്രെയിമിലെയും ആ ഒരു രണ്ട് കൺസെപ്റ്റ്, രണ്ട് വാല്യൂസ് നമുക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, എക്സ് ആക്സിസിൻ്റെ അതിൽ ഈക്വൽ ആവുന്നില്ല, എസ് ഫ്രെയിമിലും എസ് ഡാഷ് ഫ്രെയിമിലും. അതൊരു പ്രോബ്ലം ആണ്. പ്രോബ്ലം മീൻസ് അങ്ങനെയല്ല, അതായത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫോംഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് വെലോസിറ്റിക്ക്. എന്ത് ചെയ്യുന്നുണ്ട്, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, ഇൻവേരിയന്റ് അല്ല. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എക്സ് ആക്സിൽ ചെറിയൊരു ചേഞ്ച് അവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇതാണ് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വെലോസിറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് വെച്ചുകൊണ്ട്, ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇക്വേഷൻ എ എന്നല്ലേ കൊടുത്തിരുന്ന മുകളിൽ, നമുക്ക് ഇക്വേഷൻ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദിസ് വിൽ ബി ഇക്വേഷൻ ബി. അപ്പോൾ ഇക്വേഷൻ ബി കൊടുത്തു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനാണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് അത് ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു, സെക്കൻഡിൽ ഇപ്പോൾ എടുത്തപ്പോൾ അത് വെലോസിറ്റി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും, അടുത്ത ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്കത് ഇറ്റ് വിൽ ചേഞ്ചസ് ടു ആക്സിലറേഷൻ. ഓക്കെ, വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ അത് വെലോസിറ്റി ആവും. ആൻഡ് വെലോസിറ്റിയുടെ ഡി വി ബൈ ഡി ടി എന്തായിരിക്കും, ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്ന ആക്സിലറേഷൻ ആണ്. ഓക്കെ, ഇതല്ലേ ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആക്സിലറേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നമ്മൾ നോക്കുവാണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഡി യു എക്സ് ഡിവൈഡ് ബൈ ഡി ടി കൊടുത്തു. ഓക്കെ, ഡി യു എക്സ് ബൈ ഡി ടി ഇവിടെ ഡാഷ് which will be equal to dux divided by dt minus dv by dt. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ഇതെന്ത് തന്നെയാണ്, ഇനർഷ്യൽ ഫ്രെയിം തന്നെയാണ്. അപ്പോൾ ഇനർഷ്യൽ ഫ്രെയിം ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കോൺസ്റ്റന്റ് വന്നു. അപ്പോൾ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. അങ്ങനെ ഈ ഒരു വാല്യൂ എന്തായിട്ട് പോകും, ജസ്റ്റ് ഇക്വേഷൻ ചേഞ്ചസ് ടു 0. മനസ്സിലായോ? അത് ഇതിപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, സെക്കൻഡ് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്ത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഡെറിവേറ്റീവ് കൊടുത്തു. ഇക്വേഷൻ നമ്പർ ബിയിലോട്ട് നമ്മൾ ഡെറിവേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഡി യു എക്സ് ഡാഷ് ബൈ ഡി ടി എന്ന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഡി യു എക്സ് ബൈ ഡി ടി മൈനസ് ഡി വി ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഡി വി ബൈ ഡി ടിയിൽ ഇവിടെ റീസൺ നിങ്ങൾ സൈഡിൽ എഴുതുക. സിൻസ് ഇറ്റ് ഈസ് എ ഇനർഷ്യൽ ഫ്രെയിം, സോ ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെ എഴുതണം. എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ആ ഒരു കാര്യം ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സിൽ ടെക്സ്റ്റിൽ അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, ആദ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സൈഡിൽ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കുക, എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ 0 ആയി പോകുന്നു എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ്, കാരണം വെലോസിറ്റി അവിടെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എപ്പോഴും നമുക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഡി വി ബൈ ഡി ടി നമുക്ക് എന്തായി പോകുന്നു, 0 ആയിട്ട് പോകുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കി ടേംസ് ഉണ്ട്, ഡി യു വൈ ബൈ ഡി ടി, ഡി യു ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു യു അല്ല ഡി യു വൈ ഓക്കെ ഡാഷ് ഡി യു വൈ ബൈ ഡി ടി വരും. അടുത്തെന്താ, ഡി യു ഡാഷ് ഇ സെഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി യു ഇ സെഡ് ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ നമുക്കിനി എല്ലാം എന്ത് ചെയ്യാം, ആക്സിലേഷൻ ടേംസിലോട്ട് മാറ്റാം. ആക്സിലേഷനിലോട്ട് മാറ്റുമ്പോൾ എന്തായിട്ട് മാറും, ദാറ്റ് ഈസ് ദി ഇക്വേഷൻ ചേഞ്ചസ് ടു എ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എ എക്സ്. അതുപോലെ തന്നെ എ ഒയ് ഡാഷ് ഇസ് ഈക്വൽ ടു എ വൈ ആൻഡ് എ ഇസഡ് ഡാഷ് ഈസ് ഈക്വൽ ടു എ ഇസഡ് എന്നായിട്ട് മാറും. കണ്ടോ, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് എന്തില്ല, വെലോസിറ്റിയുടെ ടേംസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമുകൾ തമ്മിലുള്ള വെലോസിറ്റിയുടെ ഡിഫറൻസ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, വേറെ ഒരു വ്യത്യാസമില്ല. ഫസ്റ്റ് ഫ്രെയിമിൽ, ഒന്നാമത്തെ ഫ്രെയിമിൽ എസ് എന്ന് പറയുന്ന ഫ്രെയിമിൽ അതേ ആക്സിലേഷൻ തന്നെയായിരിക്കും നമ്മൾ എസ് ഡാഷിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴും. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എസിൽ നിന്ന് ഒബ്സർവ് ചെയ്താലും എസ് ഡാഷിൽ നിന്ന് ഒബ്സർവ് ചെയ്താലും ഇപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നുള്ളൂ, ആക്സിലേഷൻ അവിടെ വ്യത്യാസമില്ല. രണ്ടും എന്താണ്, നമുക്കവിടെ
സെയിം ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെ നോക്കുമ്പോൾ വെലോസിറ്റി ഇക്വേഷൻ നോക്കുക. കണ്ടോ, വെലോസിറ്റി ഇക്വേഷനിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വെലോസിറ്റി ഇക്വേഷൻ എന്താ വന്നിട്ടുള്ളത്? യു എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു യു എക്സ് മൈനസ് വി എന്ന് കിട്ടി. കണ്ടോ വെലോസിറ്റിയുടെ. പക്ഷേ ആക്സലേഷൻ വന്ന സമയത്ത് എന്തില്ല, ആ എക്സ് ആക്സിൽ നമുക്ക് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് ദ ആക്സലേഷൻ ഈസ് ഇൻവാരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഇത് മിക്കപ്പോഴും ചോദിക്കും. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെയാണ് മിക്കപ്പോഴും ചോദിക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ ആക്സലേഷൻ ഈസ് ഇൻവാരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ എന്ന് ചോദിക്കാം. ഇൻ കേസ് ഇനി ഇത് എസ് ഐ ക്വസ്റ്റൻ ആയിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ തൊട്ടേ അങ്ങ് എഴുതി വരിക. ഓക്കെ, അല്ല ഇതുവരെ ഒന്നും വെച്ച് നിർത്തല്ല, എഴുതി തുടങ്ങല്ലേ, മാർക്കൊന്നും കിട്ടൂല. ഓക്കെ, അത് ശ്രദ്ധിക്കുക. എന്ത് ചെയ്യണം? ഫസ്റ്റ് തൊട്ടേ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഇൻ കേസ് ഇനി എസ് ഐ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റൂല, ഇപ്പോഴത്തെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എക്സ്പ്ലെയിൻ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് ചോദിക്കും. ആൻഡ് ഡെഡ്യൂസ് അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ദ ആക്സലറേഷൻ ഈസ് ഇൻവാരിയന്റ് ആൻഡ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തൊട്ടേ ഇങ്ങനെ എഴുതി വരണം. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, അടുത്ത അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ആ ഒരു കണ്ടീഷൻ, അടുത്ത എന്താണ് സെക്കൻഡ് സ്റ്റെപ്പിൽ അടുത്ത് നമ്മൾ വെലോസിറ്റി എടുക്കുന്നു, വെലോസിറ്റി ഇക്വേഷൻ എടുക്കുന്നു, വെലോസിറ്റി ഇക്വേഷൻ എടുത്തിട്ട് അടുത്ത് എന്താണ് വീണ്ടും ഡിഫറൻഷിയേഷൻ ചെയ്തിട്ട് നമ്മൾ ആക്സലേഷൻ ടേമിലോട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ഒന്ന് നോക്കി വച്ചേക്കുക. അപ്പോൾ ഇതാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനിൽ നമുക്ക് വരുന്നത്. ഇനി ഇതിപ്പോൾ നമുക്ക് രണ്ടിടത്തും രണ്ട് ഫ്രെയിംസിലും ആക്സലറേഷൻ സെയിം ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആക്സലറേഷൻ സെയിം ആണെങ്കിൽ ഫോഴ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനർഷ്യൽ ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ നോക്കിയാലും ഒന്നാമത്തെ ഫ്രെയിം ഇപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ രണ്ട് ഫ്രെയിമിൽ ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ട് ഇരിക്കുന്നത് വെച്ചാലും മതി. ഓക്കെ, ഈ ഒരു സൈഡിലോട്ട് ഞാൻ വെച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. രണ്ട് ഫ്രെയിം അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മൂവ് ചെയ്യുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ വെലോസിറ്റിയിലൊക്കെ വ്യത്യാസം വരാം, പക്ഷേ ആക്സലേഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ആക്സലേഷൻ സെയിം ആയി കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു എം എന്നാണ് ഇക്വേഷൻ. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. അപ്പോൾ നമ്മൾ നോക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിന്റെ മാസിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് വരുന്നില്ല. അപ്പോൾ മാസ് ചേഞ്ച് ആവാതിരുന്നാൽ ഇപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് പറയുന്നത് എസ് ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴും ആൻഡ് അടുത്ത് ഞാൻ എസ് ഡാഷ് ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? എഫ് ഈസ് ഈക്വൽ ടു എം എ ഡാഷ് ആണ്. സിൻസ് എന്താണ്? സിൻസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു എ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഡാഷ്. ഓക്കെ, സോ വി ക്യാൻ റിട്ടൺ ആസ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോഴ്സും എന്താണ്? ഫോഴ്സും രണ്ടിലും നമുക്ക് സെയിം ആ കിട്ടുന്നത്. ഇതിൽ വേറൊരു കാര്യം, ഇത് നമുക്കിപ്പോൾ ഈ മാസിന്റെ കേസ് നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, ഈ ഒരു മാസിന്റെ കേസ് പറഞ്ഞു. പക്ഷേ ഇത് ഹയർ വെലോസിറ്റി അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ ഒരു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ അവിടെ വയലേറ്റ് ആവും. ഓക്കെ, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹൈ സ്പീഡ് വെലോസിറ്റീസ് അല്ലെങ്കിൽ ഹൈ വെലോസിറ്റി ഹൈ സ്പീഡ് ഉള്ള പാർട്ടിക്കിൾസിന് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഒരു ന്യൂട്രോൺ മെക്കാനിക്സ് അവിടെ ഫെയിൽ ആവും. ഓക്കെ, അതിൽ മാസ് ഡയലേഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ എന്ന ഫിനോമിനാസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്കിവിടെ എന്തായി പോകും? ഈ ഫോഴ്സ് ശരിക്കും അവിടെ വെലോസിറ്റിയും പൊസിഷനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഈ ഇൻവാരിയന്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താവും? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഫിനോമിനയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റിനെയൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനോ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഒന്നും യൂസ് ചെയ്തില്ല. അവിടെ നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടെ അവിടെ അറിഞ്ഞിരിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറവാണ്, എന്താ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന്. കാരണം അത് നമുക്ക് അടുത്ത സ്പെഷ്യൽ തിയറി ആ ഒരു സെക്ഷനിൽ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. അത് ഈ ഒരു സെക്ഷനിൽ അത്രയും ചോദിക്കാറില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആക്സലേഷന്റെ കാര്യം, ഓക്കെ, ഇൻവാരിയന്റ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് നോക്കി പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആ ഒരു ചാപ്റ്ററിൽ ഇത്രയാണ് നമുക്ക് വരുന്നത്. അതിൽ നിങ്ങൾ നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത് എന്താണ്? ആക്സലറേഷൻ ഉള്ള ഫ്രെയിംസുകൾ നമ്മൾ എന്ത് പറയുന്നത്? നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റിലൊക്കെ സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾസിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിംസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, അതൊരു സ്യൂഡോ ഫോഴ്സ് ആണ്. അതായത് അങ്ങനെ ഒരു ഫോഴ്സ് ശരിക്കും അവിടെ ഇല്ല. പക്ഷെ അപ്പാരന്റ്ലി നമുക്ക് എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഫോഴ്സ് ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നും. ഓക്കെ, അതാണ് സ്യൂഡോ ഫോഴ്സ് എന്നോ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്നൊക്കെ അറിയപ്പെടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് താഴോട്ട് വരുവാണ്. അപ്പോൾ താഴോട്ട് വരുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് അവിടെ ഉള്ളത്. പക്ഷെ നമ്മളിപ്പോൾ പുറത്തുനിന്നുള്ള ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും വേറൊരു ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ആ ഒരു വരുന്ന ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അത് ഫ്രെയിംസ് തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോൺ ഇനർഷ്യൽ ഫ്രെയിംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫോഴ്സ് ആണ് ഈ ഒരു
ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക. ഇനി നമ്മളിനി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന ഒരു സെക്ഷനിലോട്ട് പോവാണ്. ഓക്കെ, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കൊണ്ടുവന്നതെന്ന് നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ബ്രീഫ് ഐഡിയ നമുക്ക് വേണം. ഇത് നമ്മൾ ഫിസിക്സ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരാൻ റീസൺ എന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊരു കാര്യം പറഞ്ഞു, ഈ ഒരു സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റീസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അതൊരു റിലേറ്റീവ് ആണ്. ഓക്കെ, റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ഒന്നിനെ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സ്പീഡും വെലോസിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു മീഡിയത്തെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൺ, ഇപ്പോൾ എ എന്നൊരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അപ്പോൾ മൂവ് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു ബി അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഒരു വസ്തു വെച്ചിട്ട് മൂവ് ചെയ്യുന്നു എന്നാലും നമുക്ക് പറയാം. ഇപ്പോൾ ഒരു ലൊക്കേഷൻ ഒന്നും ഇല്ലാതെ വെറുതെ സ്പേസിൽ ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് അറിയണം എന്ത് ചെയ്യണം, എന്തിനെങ്കിലും വിത്ത് റെസ്പെക്ട് ടു. ഫോർ എക്സാമ്പിൾ നമ്മൾ വെറുതെ എന്ത് ചെയ്യുന്നു, ഒരു സ്പേസിൽ ഒരു സ്പേസ് ഷിപ്പിനെ വിടുന്നു. അപ്പോൾ അത് നമുക്ക് ഇപ്പോഴത്തെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം കാൽക്കുലേഷൻ കൊണ്ട് അങ്ങനെയല്ല, വെറുതെ നമ്മൾ വിട്ടിക്കുവാണ്. നമുക്ക് എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൽ നിൽക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്തിനാ വിത്ത് റെസ്പെക്ട് ആണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഫിസിക്സിൽ ഒരു ലോ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പീഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലോ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ആ ഒരു റിലേറ്റീവ് കാര്യം വേണം. അല്ലെങ്കിൽ എന്തിനേയും വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ന്യൂട്ടൺ എന്ത് ചെയ്തു, അവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി. അതായത് ഇവിടെ ഈതർ എന്നൊരു മീഡിയം ഉണ്ട്. ഓക്കെ, നമുക്ക് എർത്തിൽ ഒരു ഈതർ എന്ന് മാത്രമല്ല ഒരു ഫണ്ടമെന്റൽ ഫ്രെയിം ഉണ്ട് അല്ലെങ്കിൽ ആബ്സലൂട്ട് ഫ്രെയിം ഉണ്ട്. അതായത് വിത്ത് റെസ്പെക്ട് നമുക്ക് എന്ത് വെച്ച് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഫ്രെയിം ഓൾറെഡി ഉണ്ട്. അതായത് ഈതർ എന്നൊരു മീഡിയം ഉണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെ ഒരു മീഡിയം എന്ത് ചെയ്യുന്നു, ഫുൾ എർത്ത് അല്ലെങ്കിൽ ഫുൾ യൂണിവേഴ്സിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുവാണ്. അപ്പോൾ ആ ഒരു മീഡിയത്തെ വിത്ത് റെസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു മോഷനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ആ ഒരു മീഡിയത്തെ കുറിച്ച് ഡിസ്കവർ ചെയ്യാനായിട്ട് മൈക്കിൾസൺ മോർലെ എന്നൊരു സയന്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മൈക്കിൾസണ്ണും മോർലെയും രണ്ട് സയന്റിസ്റ്റ് ആണ്. ഇവരൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. അതിന് നമ്മൾ മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെന്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇങ്ങനെ ഇവിടെ ഫസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്, മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെന്റ്. അപ്പൊ ഇതില് ഇങ്ങനൊരു ഈതർ മീഡിയം ഉണ്ട്. ഈതർ മീഡിയത്തിന് വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യുന്നത്, എല്ലാ ഒബ്ജക്റ്റും മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ വെച്ചുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കിപ്പോൾ നമ്മൾ ഓടുന്നെങ്കിൽ തന്നെ, ഇപ്പൊ നമ്മൾ ഓടുവാണ്, നമ്മൾ എന്ത് ചെയ്യും, ആ ഗ്രൗണ്ടിനെ ഇത് ചെയ്തല്ലേ പുഷ് ചെയ്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൗണ്ടിൽ നമ്മൾ കാല് ഉറപ്പിച്ചിട്ടല്ലേ നമ്മൾ മൂവ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ എയറിൽ നിന്നാൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ അത് നമ്മൾ ഗ്രൗണ്ടിനെ എന്ത് ചെയ്യുന്നു, പെയിന്റിലോട്ടാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതുപോലെ ഒരു മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, റിലേറ്റീവ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് വേണം. അപ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തൊരു ഈതർ എന്ന് പറയുന്ന ഒരു മീഡിയം ആണ്. അപ്പോൾ ഈതർ എന്ന് പറയുന്ന മീഡിയം ഒരു ജെല്ലി ആയിട്ടുള്ള ഇൻവിസിബിൾ ഒബ്ജക്റ്റ് എന്നൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അസ്യൂം ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ശരിക്കും ന്യൂട്ടന് ഈതർ എന്നൊരു മീഡിയം ഒരു ചെറിയ കൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള സയന്റിസ്റ്റ് ഇങ്ങനൊരു മീഡിയം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. പക്ഷെ പിന്നീട് ഈ മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതിന് ശേഷം അതിന്റെ റിസൾട്ട് അനലൈസ് ചെയ്ത സമയത്ത് ശരിക്കും അങ്ങനെ ഒരു മീഡിയം ഒന്നും ഇല്ല എന്നാണ് എന്ത് ചെയ്തത്, നമുക്ക് എക്സ്പെരിമെന്റൽ എവിഡൻസ് കിട്ടിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ആ ഒരു അപ്പാരറ്റസ്, അത് ചെയ്യാൻ യൂസ് ചെയ്ത അപ്പാരറ്റസിനെ പറയുന്ന പേരാണ് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് നോക്കണം. ഈ ഒരു ഡെറിവേഷൻ അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ, ഇത് 3 പാർട്ടായിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സ്പെരിമെന്റിന്റെ പ്രൊസീജിയർ എന്താണ്, അപ്പാരറ്റസ് എന്തൊക്കെയാണ്, ആൻഡ് ഫൈനൽ റിസൾട്ട് എന്താണ്. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ 5 മാർക്ക് വീതം, അങ്ങനെ 15 മാർക്കായിട്ടാണ് ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഈ മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ട്.